أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لقد من الله على المؤمنين إذ بعث فيهم رسولا من أنفسهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. صدق الله العظيم. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, പടച്ചതമ്പുരാൻ നമ്മുടെ ഈ ഒരു ഒത്തുകൂടൽ സ്വാലിഹായ അമലായി സ്വീകരിച്ച് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വവിമോചകനായ പുണ്യ റസൂൽ എന്ന ഒരു വിഷയത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നമുക്ക് ഇന്ന് സംസാരിക്കുവാനുള്ളത്. സൂറ ആലു ഇമ്രാൻ 164 ആയത്താണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ. അള്ളാഹു സുബ്ഹാനഹു വതആല സത്യവിശ്വാസികൾക്ക് അനുഗ്രഹം ചെയ്തിരിക്കുന്നു. ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം. അവരിൽ നിന്ന് തന്നെ ഒരു പ്രവാചകനെ അല്ലാഹു തആല നിയോഗിച്ചുകൊണ്ട് വിശ്വാസികൾക്ക് അനുഗ്രഹം ചെയ്തിരിക്കുന്നു. യത്ലു അലൈഹിം ആയാത്തിഹി. ആ പ്രവാചകൻ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ, ആയത്തുകളെ അവർക്ക് ഓതിക്കൊടുക്കുന്നു, വിവരിച്ചു കൊടുക്കുന്നു. വയുസക്കീഹിം. അവരെ സംസ്കരിക്കുകയും ചെയ്യുന്നു. വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ. അവരെ ഗ്രന്ഥവും ജ്ഞാനവും തത്വജ്ഞാനവും അവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. അവർ മുമ്പ് വ്യക്തമായ വഴികേടിലായിരുന്നിട്ട് കൂടി അള്ളാഹു അവർക്ക് പ്രവാചകനെ അയച്ചു കൊടുത്തുകൊണ്ട് മേൽപ്പറഞ്ഞ ദൗത്യങ്ങൾ നിർവഹിപ്പിച്ചുകൊണ്ട് അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹം ചെയ്തിരിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഭൂമിയിൽ ആഗതനായതിൻ്റെ ഉദ്ദേശ്യലക്ഷ്യങ്ങൾ എന്തിനു വേണ്ടി എന്ന് വളരെ കൃത്യമായി അടിവരയിട്ട് പഠിപ്പിക്കുന്ന ഒരായത്താണ്. പ്രവാചക നിയോഗം എന്തിനു വേണ്ടി എന്ന് വളരെ കൃത്യമായി പഠിപ്പിക്കുന്ന ഒരായത്താണ് അത്. അതിൽ പറയുന്ന കാര്യങ്ങൾ അവർക്ക് അള്ളാഹുവിൻ്റെ വചനങ്ങൾ വായിച്ച് കേൾപ്പിച്ചു കൊടുക്കുക. ഒന്ന്, അവരെ സംസ്കരിക്കുക. അസംസ്കൃതരായ സംസ്കാരശൂന്യരായ ആ മനുഷ്യരെ സംസ്കാരത്തിൻ്റെ ഉന്നതമായ കൊടുമുടിയിലേക്ക് പിടിച്ച് കയറ്റുക. വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മത. തത്വജ്ഞാനവും ഗ്രന്ഥവും അവരെ പഠിപ്പിക്കുക. ഈ 3-4 ഉദ്ദേശങ്ങളുമായിട്ടാണ് പ്രവാചകനെ അള്ളാഹു നിയോഗിച്ചിരിക്കുന്നത് എന്ന് പറയുന്നു. ഇത് മാത്രമല്ല, ഒരുപാട് സ്ഥലങ്ങളിൽ സൂറ ജുമുഅയിൽ ഉൾപ്പെടെയുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ ആവർത്തിച്ച് ചെറിയ മാറ്റങ്ങളോടുകൂടി ഇതേ ആശയം ഉള്ള ആയത്തുകൾ ധാരാളമായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഒരു സ്ഥലത്ത് അല്ലാഹു തആല പറയുന്നു, അതായത് സൂറത്ത് ഇബ്രാഹിമിൻ്റെ 1-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നു, അലിഫ് ലാം റാ കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനൽ ളുലുമാതി ഇലൻ നൂർ ബിഇദ്നി റബ്ബിഹിം ഇലാ സിറാത്തുൽ അസീസിൽ ഹമീദ്. വളരെ ക്ലിയറാണ്. അലിഫ് ലാം റാ കിതാബുൻ അൻസൽനാഹു ഇലൈക. താങ്കൾക്ക് നാം ഇറക്കിത്തന്ന ഈ ഗ്രന്ഥം ഉണ്ടല്ലോ, അത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ലിതുഖ്രിജൻ നാസ. മുഹമ്മദ് നബിയെ താങ്കൾ ജനങ്ങളെ പുറത്തേക്ക് നയിക്കാൻ വേണ്ടിയിട്ടാണ്. മിനൽ ളുലുമാത്തി. ഇരുട്ടിൽ നിന്ന് പുറത്തേക്ക്. എങ്ങോട്ട്? ഇലൻ നൂർ. പ്രകാശത്തിലേക്ക്. അന്ധകാരത്തിൽ തപ്പിത്തടയുന്ന ഒരു വിഭാഗം ജനങ്ങളെ സന്മാർഗത്തിൻ്റെ ശാശ്വത പാതയിലേക്ക് നയിക്കുവാൻ വേണ്ടിയിട്ടാണ് പ്രവാചകരെ താങ്കൾക്ക് നാം ഈ ഗ്രന്ഥം അവതരിപ്പിച്ചെന്ന് തന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗലക്ഷ്യം ഇവിടെ പറയുന്നത് ജനങ്ങളെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുക, ദുർമാർഗത്തിൽ നിന്ന് സന്മാർഗത്തിലേക്ക് നയിക്കുക, അജ്ഞതയിൽ നിന്ന് വിജ്ഞാനത്തിലേക്ക് നയിക്കുക,
സംസ്കാര ശൂന്യതയിൽ നിന്ന് സംസ്കാരത്തിലേക്ക് നയിക്കുക അള്ളാഹുവിൻ്റെ അനുവാദത്തോടുകൂടി. ഇലാ സുറാത്തുൽ അസീസുൽ ഹമീദ്, സ്തുത്യർഹനും സർവപ്രതാപിയുമായ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ നയിക്കുക എന്നുള്ളതാണ് താങ്കളുടെ ഉത്തരവാദിത്തം. അപ്പോൾ പ്രവാചകൻ ഇവിടെ നിയോഗിതനായതിൻ്റെ കൃത്യമായ ഉദ്ദേശ്യ ലക്ഷ്യങ്ങൾ വിശുദ്ധ ഖുർആൻ എടുത്ത് കൃത്യമായി തന്നെ പറയുന്നു. സൂറത്തുൽ അഅറാഫിൽ നമുക്ക് കാണാം പ്രവാചകൻ്റെ നിയോഗ ലക്ഷ്യം. ഇത് വളരെ വിശാലമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമ്മളിൽ ചിലർ അല്ലെങ്കിൽ പലരും ധരിച്ചിരിക്കുന്നത് പോലെ കേവലം ഒരു മുസ്ലിയാരുടെ ദൗത്യത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ടവനല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ജനങ്ങളെ നിസ്കാരം പഠിപ്പിക്കാനും നോമ്പ് പഠിപ്പിക്കാനും ദിക്റ് എല്ലാം പഠിപ്പിക്കുവാനും വേണ്ടി മാത്രമായിട്ടുള്ള ഒരു ഏർപ്പാടിന് നിയോഗിച്ചതല്ല. വലിയ വലിയ വിപ്ലവങ്ങൾ സാധ്യമാക്കുവാൻ, മനുഷ്യരെ മാറ്റത്തിന് വിധേയമാക്കുവാൻ, മനുഷ്യരെ നാഗരികതയിലേക്ക് നയിക്കുവാൻ, മനുഷ്യരെ ഒരു പുതിയ ജീവിത രീതിയിലേക്ക് നയിക്കുവാനും പഠിപ്പിക്കുവാനും കാണിച്ചു കൊടുക്കുവാനും വേണ്ടി ആണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചത്. മാത്രമല്ല സാമൂഹിക അനാചാരങ്ങളിൽ നിന്നും സമൂഹ നിർമ്മത നിയമങ്ങളിൽ നിന്നും സമൂഹ ആചാരങ്ങളിൽ നിന്നും സമൂഹ നിർമ്മിത ആചാരോപചാരങ്ങളിൽ നിന്നും നിയമങ്ങളിൽ നിന്നും മനുഷ്യരുണ്ടാക്കിയ നിയമങ്ങളിൽ നിന്നും അവരെ രക്ഷിച്ചെടുക്കുവാനും മനുഷ്യകരങ്ങളുണ്ടാക്കിയ നിയമങ്ങളുടെ ഭാരത്താൽ അവരുടെ മുതുകിനെ ഞെരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഭാരത്തെ ഇറക്കി വെക്കുവാനും മനുഷ്യരുടെ കൈകാലുകൾക്ക് ബന്ധനം തീർത്ത ചങ്ങലകളെ അറുത്തെറിയുവാനും ആണ് പ്രവാചകനെ നിയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നോക്കൂ, എത്ര വിശാലമായ അർത്ഥത്തിൽ എത്ര വലിയ മഹാദൗത്യവുമായിട്ടാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചിട്ടുള്ളത് എന്ന് നാം ഒന്ന് മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഅറാഫ് 157-58 പറയുന്നുണ്ട്, അല്ലദീന യത്തബിഊന അൻ-നബിയ്യൽ ഉമ്മിയല്ലദീ യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫിത് തൗറാത്തി വൽ ഇൻജീൽ യഅ്മുറുഹും ബിൽ മഅറൂഫി വയൻഹാഹും അനിൽ മുൻകർ വയുഹില്ലു അലൈഹിമുത് ത്വയ്യിബാത്ത് വയുഹർരിമു അലൈഹിമുൽ ഖബായിസ് വയളഉ അൻഹും ഇസ്റഹും വൽ അഗ്ലാൽ അല്ലതീ കാനത് അലൈഹിം ഫല്ലദീന ആമനൂ ബിഹി വഅസ്സറൂഹു വനസറൂഹു വത്തബഉ അൻ-നൂറ അല്ലദീ ഉൻസില മഅഹു ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. സൂറത്ത് അഅറാഫിലെ 157-158 ആയത്തുകൾ വളരെ കൃത്യമായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ എന്താണ് ചെയ്യേണ്ടത്, അദ്ദേഹത്തിന് ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം എന്താണ് എന്നാണ് അതിൽ പറഞ്ഞു കൊടുക്കുന്നത്. നോക്കൂ, അല്ലദീന യത്തബിഊന അൻ-നബിയ്യൽ ഉമ്മിയല്ലദീ യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫിത് തൗറാത്തി വൽ ഇൻജീലി, തൗറാത്തിലും ഇൻജീലിലും രേഖപ്പെടുത്തപ്പെട്ട് കിടക്കുന്ന നിരക്ഷരനായ ഒരു പ്രവാചകനെ പിൻപറ്റുന്ന ആളുകൾ. ആ പ്രവാചകൻ ആരാണ്? എന്താണ് ആ പ്രവാചകൻ്റെ ദൗത്യം? യഅ്മുറുഹും ബിൽ മഅറൂഫ്, നന്മ കൽപ്പിക്കുകയാണ് ആ പ്രവാചകൻ. നന്മയുടെ വ്യാപനത്തിന് വേണ്ടി നന്മ, നല്ലത് എന്തെല്ലാമുണ്ടോ അതൊക്കെ മനുഷ്യരുടെ ഇടയിൽ പ്രചരിപ്പിക്കുകയാണ്, വ്യാപിപ്പിക്കുകയാണ്. വയൻഹാഹും അനിൽ മുൻകർ, അതേപോലെ തന്നെ തിന്മ, നന്മയുടെ നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന എന്തൊക്കെ പ്രവർത്തനങ്ങളും എന്തൊക്കെ പരിപാടികളും എന്തൊക്കെ അമലുകളുമുണ്ടോ അതിനെയൊക്കെ നിരോധിക്കുകയും ചെയ്യുന്നു. പാടില്ല, അത് ചെയ്യരുത്. ഡു ആൻഡ് ഡു നോട്ട്സ്. വയുഹില്ലു അലൈഹിമുത് ത്വയ്യിബാത്തി, ഏറ്റവും നല്ല വിഭവങ്ങളെ, അവർക്ക് നല്ല വസ്തുക്കളെ ഭക്ഷിക്കുവാൻ അവർക്ക് ഹലാലാക്കി കൊടുക്കുന്നു. എല്ലാ നല്ല വസ്തുക്കളും ഹലാലാക്കി കൊടുക്കുന്നു. വയുഹർരിമു അലൈഹിമുൽ ഖബായിസ, എല്ലാ മ്ലേച്ഛ പ്രവർത്തനങ്ങളും അവർക്ക് ഹറാമാക്കി കൊടുക്കുന്നു. അതായത് മ്ലേച്ഛമായ എന്ത് പ്രവർത്തനമുണ്ടോ, എന്ത് ഭക്ഷണമുണ്ടോ, പാനീയമുണ്ടോ, പ്രവർത്തനങ്ങളുണ്ടോ അതൊക്കെ ഹറാം ആയി പ്രഖ്യാപിച്ച് അതിൽ നിന്ന് ജനങ്ങളെ തടയുന്നു. എന്തെന്തെല്ലാം നല്ല കാര്യങ്ങളുണ്ടോ, ഭക്ഷണമുണ്ടോ, പാനീയമുണ്ടോ, പ്രവർത്തനങ്ങളുണ്ടോ, പ്രൊമോട്ട് ചെയ്യേണ്ടതായിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിനൊക്കെ
പ്രവാചകൻ ഹലാലാക്കി കൊടുക്കുകയും ചെയ്യുന്നു. ഒരു പ്രവാചകൻ്റെ പണിയാണ്. ഒരു പ്രവാചകൻ്റെ ജോലിയെക്കുറിച്ച് ഖുർആൻ പറയുകയാണ്. നമ്മളത് ശരിക്കൊന്ന് മനസ്സിലാക്കേണ്ടതാണ്. വയലഉ അൻഹും ഇസ്റഹും, അവരുടെ ഭാരങ്ങളെ പ്രവാചകൻ ഇറക്കി വെക്കുന്നു. അവരുടെ മുതുകിനെയും കഴുത്തിനെയും ഞെരിച്ചു കൊണ്ടിരിക്കുന്ന പാപങ്ങളെയല്ല ഭാരങ്ങളെ പ്രവാചകൻ ഇറക്കി വെച്ച് കൊടുക്കുന്നു. അപ്പോൾ പലതരത്തിലുള്ള സാമൂഹിക പ്രതിബദ്ധതയാൽ, പലതരത്തിലുള്ള മാൻമെയ്ഡ് നിയമങ്ങളാൽ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കുന്ന നിയമങ്ങൾ, അതേപോലെ നടപടിക്രമങ്ങൾ, ഇതൊക്കെ പൊട്ടിച്ച് ആ ഭാരം അവരുടെ മുതുകത്തിൽ നിന്ന് ഇറക്കി വെക്കുകയാണ് ആര്? അള്ളാഹുവിൻ്റെ പ്രവാചകൻ. ആ പ്രവാചകൻ വന്നത് അതിനാണ്, ജനങ്ങളുടെ വിമോചനത്തിന്. വിശ്വവിമോചകൻ. ഏതെല്ലാം കുടുക്കിൽപ്പെട്ട് ജനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ, ഏതെല്ലാം മാൻമെയ്ഡ് ലോസ്, അതിൻ്റെ ബുദ്ധിമുട്ടിലും പ്രയാസത്തിലും കഴുത്ത് കുടുങ്ങിക്കിടക്കുന്നുണ്ടോ, സാമൂഹ്യ അനാചാരങ്ങളുടെ പേരിൽ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ടോ, അവരെയൊക്കെ മോചിപ്പിക്കുക എന്നുള്ള പ്രവാചക ദൗത്യത്തിൻ്റെ ഭാഗമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. പോരാ, അത് കഴിഞ്ഞിട്ട് പറയുന്നത് വയലഉ അൻഹും ഇസ്റഹും വൽ അഗ്ലാലല്ലത്തി കാനത് അലൈഹിം, അവരെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരുന്ന ചങ്ങലകളെ പൊട്ടിച്ചെറിയുവാനും കൂടിയിട്ടാണ് പ്രവാചകൻ വന്നത്. ഇത്തരത്തിലുള്ള നാട്ടു നിയമങ്ങൾ, നാട്ടു നടപ്പുകൾ, മൂപ്പന്മാരുടെ നിയമങ്ങൾ, പഞ്ചായത്തിൻ്റെ നിയമങ്ങൾ, അല്ലെങ്കിൽ അതുപോലുള്ള ഗോത്രപ്രമാണിമാരുടെ നിയമങ്ങൾ, കർക്കശമായ നിയമങ്ങൾ എല്ലാം പാവങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയും ആ നിയമങ്ങളാൽ അവരുടെ കരചരണങ്ങളെ ബന്ധിപ്പിക്കുകയും ചെയ്യുന്ന ചങ്ങലകൾ അത് പൊട്ടിച്ചെറിയുക എന്നുള്ളതും ഒരു പ്രവാചക ദൗത്യമാണ്. വാഴ് കേൾക്കാൻ നമുക്കൊരുപാട് സുഖമുണ്ട്. പക്ഷെ വാഴലൊന്നും അധികമൊന്നും ഇത് കേൾക്കില്ല. പ്രവാചകൻ്റെ മധുവും പ്രവാചകൻ്റെ ശരീരത്തിൻ്റെ സൗന്ദര്യവും പ്രവാചകൻ്റെ വിയർപ്പും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും വ്യക്തിപരമായ വർണ്ണനകളൊക്കെ നിങ്ങൾക്ക് ഒരുപക്ഷെ ധാരാളം കേൾക്കാം. പക്ഷേ യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകനെ അയച്ചത് എന്തിനുമല്ല, വിശ്വവിമോചനത്തിന് വേണ്ടിയിട്ടാണ്. മനുഷ്യൻ്റെ വിമോചനം, എല്ലാ തരത്തിലുള്ള ചൂഷണങ്ങളിൽ നിന്നും, എല്ലാ തരത്തിലുള്ള ദണ്ഡനങ്ങളിൽ നിന്നും, പീഡനങ്ങളിൽ നിന്നും അവരെ മോചിപ്പിക്കുക, എന്നിട്ട് അവരെ സ്വതന്ത്രരാക്കി വിടുക. ഇത് പ്രവാചക ദൗത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. വയലഉ അൻഹും ഇസ്റഹും വൽ അഗ്ലാലല്ലത്തി കാനത് അലൈഹിം, അവരുടെ മേൽ ബന്ധിതമായിരിക്കുന്ന ചങ്ങലകളെ പൊട്ടിച്ചെറിയുവാൻ വേണ്ടി. അതുകൊണ്ട് ഫല്ലദീന ആമനൂ ബിഹി, ആ പ്രവാചകനെ വിശ്വസിക്കുന്നവർ, വഅസ്സറൂഹു വനസറൂഹു, അദ്ദേഹത്തെ ശക്തിപ്പെടുത്തുകയും അദ്ദേഹത്തെ സഹായിക്കുകയും ചെയ്യുന്ന ആളുകൾ, വത്തബഉൻ നൂറല്ലദീ ഉൻസില മഅഹു, അദ്ദേഹത്തോടൊപ്പം ഇറക്കപ്പെട്ട ആ ദിവ്യപ്രകാശത്തെ പിന്തുടരുകയും ചെയ്യുന്ന ആളുകൾ, ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരെത്രേ വിജയികൾ, അവരെത്രേ വിമോചിതർ, അവരെത്രേ വിജയികൾ. ഇതാണ് പ്രവാചക ദൗത്യത്തിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ. ഇപ്പോൾ നമ്മൾ പല കാര്യങ്ങളും പറഞ്ഞു, ഒരുപാട് പോയിൻ്റുകൾ ഇപ്പോൾ പ്രവാചക നിയോഗവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു, ഇനിയും ഒരുപാട് പറയാനുണ്ട്. അപ്പം നമ്മളിത് ഇന്ന് ഈ വിഷയം ചർച്ചയ്ക്കെടുത്തത് ഇത് റബീഉൽ അവ്വൽ മാസമാണ്. റബീഉൽ അവ്വൽ മാസം എന്ന് പറയുന്നത് ഇസ്ലാമിക ചരിത്രത്തിൽ ഏറെ പ്രധാനപ്പെട്ട ഒരു മാസമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, റബീഉൽ അവ്വൽ ഇസ്ലാമിക ചരിത്രത്തിൽ ഏറെ പ്രധാനപ്പെട്ട, ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മാസമാണ്. എന്നാൽ റബീഉൽ അവ്വൽ പുണ്യമാസമല്ല. ഖുർആൻ പറഞ്ഞിട്ടില്ല. പുണ്യമാസങ്ങൾ 4ആണ്, യുദ്ധം നിരോധിക്കപ്പെട്ട മാസങ്ങൾ 4ആണ്. മിൻഹാ അർബഅത്തുൻ ഹുറും, അതിൽ പരിശുദ്ധ മാസങ്ങൾ 4ആണ്. അത് നിങ്ങൾക്കറിയാം, ദുൽഖഅദ, ദുൽഹജ്ജ്, മുഹറം, പിന്നെ റജബ്, ഇങ്ങനെ 4 മാസങ്ങളാണ്. ഇതുകൂടാതെ ഏറ്റവും പരിശുദ്ധമായൊരു മാസം റമളാനാണ്. അതല്ലാത്ത അറബി മാസങ്ങളെ പരിശുദ്ധമായ മാസം എന്ന് സംബോധന ചെയ്യുവാൻ പാടില്ല. ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന, ഏറെ ചരിത്ര പ്രാധാന്യമുള്ള മാസം എന്ന് പറയാം. കാരണം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂജാതനായതും, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്ര പ്രസിദ്ധമായ മദീന ഹിജ്റ നടത്തിയതും, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് നിന്ന് യാത്ര പറഞ്ഞതും, ഈ 3 സംഭവങ്ങളും റബീഉൽ അവ്വലിലാണ്. അതുകൊണ്ട് തന്നെ റബീഉൽ അവ്വൽ ഇസ്ലാമിക ചരിത്രത്തിലെ ഏറെ പ്രധാനപ്പെട്ട സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു മാസമാണ്.
ചിലരെല്ലാം റബീഉൽ അവ്വലിനെ പുകഴ്ത്തി റമളാനിനേക്കാളും വലുതാക്കി അവതരിപ്പിക്കുന്നുണ്ട്. ഇസ്ലാമിലെ ഏതൊരു മാസത്തെയും ഏതൊരു ദിവസത്തെയും വെക്കേണ്ടടുത്ത് വെക്കുക. ഏതൊരു വ്യക്തിയെയും, പ്രവാചകനെ ആണെങ്കിൽ പോലും പ്രവാചകന് അള്ളാഹു ഒരു പ്ലേസ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്, ഒരു പ്ലേസ് കൊടുത്തിട്ടുണ്ട്. അതാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, മറിയമ്മൻ്റെ പുത്രൻ ഈസയെ അവർ ആരാധിച്ച് ദൈവതുല്യനാക്കിയതുപോലെ നിങ്ങൾ എന്നെ ആരാധിക്കരുത്, അത്തരം പണിയുമായിട്ട് നിങ്ങൾ എൻ്റെ നേരെ വരരുത്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ പലപ്പോഴും പറഞ്ഞതാണ്. പലപ്പോഴും അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു, കുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും, ഞാൻ നിങ്ങളെപ്പോലുള്ള ഒരു മനുഷ്യനാണ്. പ്രവാചക സങ്കല്പം എന്ന് പറയുന്ന ആളുകളുടെ അറബികളുടെ ഇടയിലേക്ക് മനുഷ്യനാകാൻ പാടില്ല എന്നാണ്. മാലിഹാദർ റസൂൽ യഅ്കുലു തുആം വയംശി ഫിൽ അസ്വാഖ്. ഈ പ്രവാചകൻ എന്ത് പറ്റി? ജനങ്ങളുടെ ഇടയിലൂടെ നടക്കുന്നു, മാർക്കറ്റിലൂടെ നടക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു. ഇങ്ങനെയൊക്കെയാണോ പ്രവാചകന്മാർ? അതിനൊക്കെ വിശുദ്ധ ഖുർആനിൽ മറുപടി പറയുന്നുണ്ട്. വലൗകാന ഫിൽ അർളി മലായികത്തുൻ യംശൂന മുത്മഇന്നീൻ ലനസ്സൽനാ അലൈഹിം മിനസ് സമാഇ മലക്കർ റസൂലാ. ഈ ഭൂമിയിൽ ശാന്തരായി നടക്കുന്ന മലക്കുകളാണ് ജീവിച്ചിരുന്നത് എങ്കിൽ അവരുടെ ഇടയിലേക്ക് ഒരു മലക്കിനെ നാം അയക്കുമായിരുന്നു. പക്ഷേ ഇവിടെ ജീവിക്കുന്നത് മനുഷ്യരാണ്. അതുകൊണ്ട് മനുഷ്യരിൽ നിന്ന് തന്നെ ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീയീന റസൂലൻ മിൻഹും റസൂലൻ മിൻ അൻഫുസിക്കും, വേറൊരു സ്ഥലത്ത് റസൂലൻ മിൻ അൻഫുസിക്കും, നിങ്ങളിൽ നിന്നൊരു ദൂതനെ, അവരിൽ നിന്നൊരു ദൂതനെ, ഒരു പച്ച മനുഷ്യനെ, ഒരു സാധാരണ മനുഷ്യനെ, വിചാരങ്ങളുള്ള, വിശപ്പും ദാഹവുമുള്ള, ചൂടും തണുപ്പും അനുഭവിക്കുന്ന, കച്ചവടം ചെയ്തിട്ടുള്ള, പിന്നെ അതേപോലെ തന്നെ പനി വന്നിട്ടുള്ള, അസുഖങ്ങൾ വന്നിട്ടുള്ള, യാത്ര ചെയ്തിട്ടുള്ള, കച്ചവടക്കാരും ചെയ്തിട്ടുള്ള, മൃഗങ്ങളെ മേച്ചിട്ടുള്ള, ജീവിതത്തിൻ്റെ എല്ലാ വ്യവഹാര രംഗങ്ങളിലും ഏർപ്പെട്ട ഒരു പച്ച മനുഷ്യനെയാണ് അള്ളാഹു പ്രവാചകനായി നിയോഗിച്ചത്. പക്ഷേ സാധാരണ മനുഷ്യനാണോ? വെറും ഒരു സാധാരണ മനുഷ്യനാണോ അള്ളാഹുവിൻ്റെ പ്രവാചകൻ? അല്ല. അത് ഖുർആൻ പറയുന്നുണ്ട്, യൂഹാ ഇലയ്യ, അള്ളാഹുവിൻ്റെ പ്രവാചകന് വഹ്യ് നൽകുന്നുണ്ട്. അത് വലിയൊരു വ്യത്യാസമാണ്. സാധാരണ മനുഷ്യരിൽ നിന്നുള്ള വലിയൊരു വ്യത്യാസമാണ് അള്ളാഹുവിൻ്റെ പ്രവാചകന് വഹ്യ് നൽകുന്നു എന്നുള്ളത്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ ഇസ്മത്ത്, വല്ലാഹു യഅ്സിമുക മിനന്നാസ്, അള്ളാഹു ജനങ്ങളിൽ നിന്ന് താങ്കളെ രക്ഷപ്പെടുത്തും. ഇസ്മത്തുൽ അംബിയാ, എല്ലാ തരത്തിലുള്ള പാപ സുരക്ഷിതത്വം വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്നു പ്രവാചകന്മാർക്ക്. ഇസ്മത്തുൽ അംബിയാ. അപ്പോൾ എങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു പ്രവാചകനാണ്. പ്രവാചകന്മാരുടെ പ്രത്യേകതകളിൽപ്പെട്ടാണ് മുഅ്ജിസത്ത്. വിശുദ്ധ ഖുർആൻ തന്നെ ഏറ്റവും വലിയ മുഅ്ജിസത്താണ്. നബിയുടെ ജീവിതം അത് തന്നെ ഏറ്റവും വലിയ മുഅ്ജിസത്താണ്. അപ്പം മുഅ്ജിസത്തും വഹയും എല്ലാം നൽകപ്പെട്ട ഒരു പ്രവാചകൻ ഒരു സാധാരണ മനുഷ്യനല്ല എന്ന് നാം മനസ്സിലാക്കണം. അതേസമയം വിശപ്പ്, ദാഹം, ഭക്ഷണം, പിന്നെ ഉറക്കം, ഊണ്, കച്ചവടം, മറ്റ് ഭാര്യ ഭർത്തൃബന്ധങ്ങൾ, ഈ വിഷയങ്ങളിലൊക്കെ സാധാരണ മനുഷ്യന്മാരുടെ അവസ്ഥ തന്നെയാണ് പ്രവാചകന്മാർക്കുമുള്ളത് എന്നും കൂടി നാം മനസ്സിലാക്കണം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ആയത്തുകൾ നമുക്ക് കാണാം. അറബികൾ, അന്നത്തെ ഖുറൈശികൾ അല്ലാത്തവരൊക്കെ പ്രവാചകനോട് ചോദിച്ചപ്പോൾ, ഈ പ്രവാചകൻ എന്ത് പറ്റി, ഇങ്ങനെയാണോ പ്രവാചകൻ? അത് അങ്ങനെയല്ല, ഇങ്ങനെയല്ല, നീ ആകാശത്ത് നിന്നൊരു ഗ്രന്ഥം കൂടെ ഇറക്കിക്കൊണ്ടുപോവാ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് വാദങ്ങൾ. അല്ലെങ്കിൽ വാവ് തക്കൂനിലൊക്കെ ജന്നത്തും മിൻ നഖീലിൻ വഇനബിൻ ഫതുഫജ്ജിറൽ അൻഹാറ ഖിലാലഹാ തഫ്ജീറാ ഔ തുസ്കിത സമാഅ കമാ സഅംത അലൈനാ കിസ്ഫൻ ഔ തഅതിയ ബില്ലാഹി വൽ മലായികത്തി ഖബീല. ഇങ്ങനെ കുറേ വാദങ്ങളൊക്കെ അവർ തന്നെ അള്ളാഹിനെ മലക്കുകളങ്ങനെ നേരിട്ട് കൊണ്ടുപോവാ. അല്ലെങ്കിൽ നിനക്കൊരു തോട്ടം ഉണ്ടാകട്ടെ, ഈത്തപ്പഴത്തിൻ്റെയും മുന്തിരിയുടെ ഒക്കെ തോട്ടം ഉണ്ടാവട്ടെ, അതിൻ്റെ നടുക്കോട്ടൊരു ആറൊഴുക്ക്, ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ നിഷേധികൾ നബിയോട് പറഞ്ഞു. അവസാനം അതിനെല്ലാം കൺക്ലൂഡ് ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞ വാക്കാണ്, കുൽ ലൗ കാന ഫിൽ അർളി മലായികത്തു യംശൂന മുത്മഇന്നീൻ ലനസ്സൽനാ അലൈഹിം മിനസ് സമാഇ മലക്കർ റസൂലാ. ഈ ഭൂഗോളത്തെ ശാന്തരായി ജീവിക്കുന്ന മലക്കുകളാണ് ഉണ്ടായിരുന്നെങ്കിൽ അവരിലേക്ക് നാം ഒരു മലക്കിനെ നിയോഗിക്കുമായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അപ്പോൾ അങ്ങനെ പ്രവാചകനെ പരിചയപ്പെടുത്തുകയാണ്, പ്രവാചകൻ്റെ സ്വഭാവ വിശേഷങ്ങളൊക്കെ പരിചയപ്പെടുത്തുകയാണ്. സാധാരണ സഹാബാക്കളോടൊപ്പം ജീവിക്കുന്ന പ്രവാചകൻ, അവരോടൊപ്പം വിറക് വെട്ടുന്ന പ്രവാചകൻ, അവരോടൊപ്പം ഖന്തക്കിൽ കിടങ്ങ് കുഴിക്കുന്ന പ്രവാചകൻ, അവരോടൊപ്പം ഭക്ഷണം പാകം ചെയ്യുന്ന പ്രവാചകൻ,
അവരോടൊപ്പം യുദ്ധത്തിന് പോകുന്ന പ്രവാചകൻ, അവരോടൊപ്പം കച്ചവടത്തിന് പോകുന്ന പ്രവാചകൻ, ഇങ്ങനെ തുടങ്ങി. പ്രവാചകനായതിനു ശേഷം പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കച്ചവടത്തിന് പോയിട്ടില്ല. കാരണം അദ്ദേഹത്തിന് അതിനുള്ള സമയവുമില്ല, ദൗത്യം അതല്ല. പക്ഷേ നുബുവത്തിന് മുമ്പ് അദ്ദേഹം പോയിട്ടുണ്ട്, പലപ്പോഴും പോയിട്ടുണ്ട്, നമുക്കറിയാം. യാത്രകൾ നടത്തുന്ന പ്രവാചകൻ, ഇങ്ങനെ തുടങ്ങി ഏതെല്ലാം മേഖലകളുണ്ടോ ആ മേഖലകളിലൊക്കെ ഭാര്യമാരോടൊത്ത് തമാശ പറയുന്ന പ്രവാചകൻ, അയൽവാസികളോട് സ്നേഹം പങ്കിടുന്ന പ്രവാചകൻ, ജനങ്ങൾക്ക് ഇമാമായിട്ട് നിൽക്കുന്ന പ്രവാചകൻ, അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ ദൂതന്മാരെ അയക്കുന്ന പ്രവാചകൻ, ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിൽ സജീവമായി ഇടപെടുന്ന പ്രവാചകൻ, ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിശേഷതകൾ ഏറെയാണ്. നാം മനസ്സിലാക്കുന്നത് പോലെ ജനങ്ങളെ ദിക്റെല്ലാം പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ വെറും നമസ്കാരത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി വരുന്ന ഒരു പ്രവാചകനല്ല. മറിച്ച് ജനങ്ങളുടെ അകവും പുറവും ശുദ്ധീകരിച്ചുകൊണ്ട് സംസ്കാര സമ്പന്നമായ ഒരു ജീവിതം നയിച്ച് ഉത്തമ മാതൃകകളായി ഇവിടെ ജീവിച്ച് ഇഹത്തിലും പരത്തിലും വിജയശ്രീലാളിതരാകുന്ന ഒരു ജനതയെ വാർത്തെടുക്കുവാൻ വേണ്ടി വന്ന പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നാം മനസ്സിലാക്കുന്നു. പ്രവാചകൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരുപാട് കവിതകളുണ്ട്, ഒരുപാട് കവികൾ അതിനെക്കുറിച്ച് പാടുന്നുണ്ട്. അമീർ ഷുറ അഹമ്മദ് ഷൗക്കി പ്രവാചകൻ്റെ ജന്മവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഒരു ദീർഘമായ കവിത രചിച്ചിട്ടുണ്ട്. അതിലുള്ള 2-3 വരികൾ ഇങ്ങനെയാണ്: ഉലിദൽ ഹുദാ വൽ കാഇനാതു ളിയാഉ വഫമുസ് സമാനി തബസ്സുമുൻ വസനാഉ വറൂഹു വൽ മലഉ വൽ മലായികു ഹൗലഹു ലിദ്ദീനി വദ്ദുനിയാ ബിഹി ബുശ്റാഉ അൽഅർശു യസുഹു വൽ ഹളീറത്തു തസ്ദഹി വൽ മുൻതഹാ വസ്സിദ്റത്തുൽ അസ്മാഉ. ഉലിദൽ ഹുദാ, സന്മാർഗം ജനിച്ചു വീണു, പ്രവാചകൻ ജനിച്ചു വീണു. വൽ കാഇനാതു ളിയാഉ, സർവചരാചരങ്ങളും പ്രകാശപൂരിതമായി. വഫമുസ്സമാനി തബസ്സുമുൻ വസനാഉ, കാലഘട്ടത്തിൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിടർന്നു, ആ ചെഞ്ചുണ്ടിൽ പുഞ്ചിരി വിടർന്നു. വറൂഹു വൽ മലഉ വൽ മലായികു ഹൗലഹു, ജിബ്രീലും അതേപോലെ തന്നെ മലഉം, അപ്രകാരം മലക്കുകളും അദ്ദേഹത്തിന് ചുറ്റും. ലിദ്ദീനി വദ്ദുനിയാ ബിഹി ബുശ്റാഉ, ദീനിനും ദുനിയാവിനും സന്തോഷ വാർത്ത അറിയിച്ചു അണിനിരന്നു. അൽഅർശു യസുഹു വൽ ഹളീറത്തു തസ്ദഹി വൽ മുൻതഹാ വസ്സിദ്റത്തുൽ അസ്മാഉ, ആ സമയം അർശ് വിളങ്ങി, സ്വർഗം തിളങ്ങി, അതേപോലെ തന്നെ സിദ്റത്തുൽ മുൻതഹായും അതുപോലെ തന്നെ എന്ന് അഹമ്മദ് ഷൗക്കി പാടുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ പ്രവാചകൻ്റെ ജന്മം അനുഗ്രഹീതമാണ് സർവർക്കും, ഒരാൾക്കല്ല, സർവർക്കും, സർവചരാചരങ്ങൾക്കും, ജീവികൾക്കും പറവകൾക്കും ഉൾപ്പെടെ. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, പ്രവാചകരെ കാരുണ്യമായിക്കൊണ്ടല്ലാതെ സർവ്വലോകത്തിനും സർവ്വലോകർക്കും കാരുണ്യമായിട്ടല്ലാതെ താങ്കളെ നാം അയച്ചിട്ടില്ല എന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തെക്കുറിച്ച് പറയുന്നു. ഇമാം ബുസൂരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മദ്ഹിന്, അതായത് പ്രവാചകൻ്റെ മദ്ഹ് ഇത്രയും നന്നായി രചിച്ച കവിതകൾ വേറെ ഇല്ല. അതിനാണ് നമ്മൾ ഖസീദത്തുൽ ബുറുദ എന്ന് പറയുന്നത്. പ്രവാചകനെ അങ്ങേയറ്റം സ്നേഹിക്കുകയും പ്രവാചകനെ ആ ഉള്ളിൽ നിന്ന് വരുന്ന ആ സ്നേഹത്തിൻ്റെ പാലാഴിയിൽ മുക്കിയെടുക്കുകയും ചെയ്യുന്ന കവിതകളാണ്. അത്ഭുതപ്പെട്ടു പോകും ആ കവിതകൾ നമ്മൾ കേട്ടുകഴിഞ്ഞാൽ. ഒരു വരി ഞാൻ നിങ്ങളുടെ മുമ്പിൽ പാടാം. കസ്സഹിരി ഫി തറഫിൻ വൽബഹരി ഫി കറമി വദ്ദഹരി ഫി ഷറഫിൻ വൽബദരി ഫി ഷറഫിൻ വദ്ദഹരി കൽ ഹിമമി. പ്രവാചകനെ ഉപമിക്കുകയാണ്. പുഷ്പദളങ്ങളെ പോലെയാണ് പ്രവാചകൻ്റെ സ്വഭാവം, നൈർമല്യം. കസ്സഹിരി ഫി തറഫിൻ, പുഷ്പത്തിൻ്റെ ദളങ്ങളെ പോലെ. വൽ ബഹരി ഫി കറമി, ഔദാര്യത്തിൻ്റെ വിഷയത്തിൽ സമുദ്രമാണ് അദ്ദേഹം. വൽ ബദരി ഫി ഷറഫി, ഔന്നത്യത്തിൻ്റെയും ഷറഫിൻ്റെയും വിഷയത്തിൽ അദ്ദേഹം ചന്ദ്രനെ പോലെയാണ്. വദ്ദഹരി ഫിൽ ഹിമമി,
മനോദാർഢ്യത്തിൻ്റെ വിഷയത്തിൽ അദ്ദേഹം കാലഘട്ടം പോലെയാണ്. ഇങ്ങനെ തുടങ്ങുന്ന മനോഹരമായ കവിതകൾ പ്രവാചക പ്രകീർത്തനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ നാം മനസ്സിലാക്കേണ്ട ഒരു വിഷയം, പ്രവാചകൻ സാധിച്ച വിപ്ലവം, അതിനെക്കുറിച്ച് ആരും സംസാരിക്കാൻ ഇവിടെയില്ല. പള്ളികളായ പള്ളികൾ മുഴുവനും തോരണങ്ങൾ ഇട്ടുകൊണ്ട്, നേരത്തെ പറഞ്ഞതുപോലെ തുസഹ്റഫുൽ മസാജിദു കമാ തുസഹ്റഫുൽ കനാഇസ് വൽ ബിയഅ, ക്രൈസ്തവ ദേവാലയങ്ങളും ജൂത സെനഗോഗുകളും അലങ്കരിക്കപ്പെടുന്നത് പോലെ പള്ളികളും അലങ്കരിക്കപ്പെടും, അതുവരെ ഖിയാമത്ത് സംഭവിക്കുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നിപ്പോൾ അതല്ല സംഭവിച്ചിരുന്നു. ഒരൊറ്റ പള്ളിയും കൊടിതോരണങ്ങളില്ലാത്ത ഒരൊറ്റ പള്ളിയും ഇല്ല എന്നുള്ളതാണ്. ചാണിന് ചാണായും മുഴത്തിന് മുഴമായും നിങ്ങൾ ജൂതരെയും ക്രൈസ്തവരെയും നിങ്ങൾ അനുകരിച്ചു കൊണ്ടിരിക്കും എന്ന് സത്യവിശ്വാസികളുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ കാലത്ത് നടക്കുന്നത്. ഇന്നിപ്പോൾ നബിദിനം അല്ലെങ്കിൽ ഹുബ്ബുർ റസൂൽ എന്നൊക്കെ പറയുന്നത് വെറും ഒരു അന്തമില്ലാത്ത പരിപാടികളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഉപരിപ്ലവമായ ചില കാര്യങ്ങളാൽ ഇന്ന് ആ ആഘോഷങ്ങളെ തട്ടിയെടുക്കപ്പെട്ടിരിക്കുകയാണ്. പ്രവാചകനെ എന്താണ് പ്രവാചക സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് 2-3 ഘട്ടങ്ങളുണ്ട്. അതായത് പ്രവാചകനെ സ്നേഹിക്കുക, ഹുബ്ബുർ റസൂൽ പരിപാടിയൊക്കെ നടത്താറുണ്ട്. നല്ല സ്വലാത്തൊക്കെ ചൊല്ലി ഭക്ഷണവും ആടിനെയൊക്കെ ഇവിടെ ഒരു പള്ളിയിൽ നമ്മുടെ അടുത്തുള്ള 285 ആടാണ്. 285 ആടാണ് ഹുബ്ബുർ റസൂലിന്. അപ്പോൾ അതൊക്കെ ആവട്ടെ, 285 300 ആകട്ടെ, ഭക്ഷണം ഉണ്ടായി കഴിക്കട്ടെ, കൊടുക്കട്ടെ, അതല്ല പ്രശ്നം. എന്താണ് ഹുബ്ബുർ റസൂലിന് പഠിപ്പിക്കുന്നില്ല? പ്രവാചകനുള്ള സ്നേഹം കുറേ സ്വലാത്തിലാണോ, അല്ലെങ്കിൽ കുറേ മജ്ലിസുകൾ സംഘടിപ്പിക്കലാണോ പ്രവാചകനുള്ള സ്നേഹം? അല്ല. ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, കുൽ പ്രവാചകരെ താങ്കൾ പറയുക, ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ, ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റുക, യുഹിബ്ബുകുമുല്ലാഹ്, എന്നാലേ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കുള്ളൂ. അപ്പോൾ ഹുബ്ബ് എന്ന് പറഞ്ഞാൽ സ്നേഹം. ഒരു മനുഷ്യനോട് ഹുബ്ബ് തോന്നിക്കഴിഞ്ഞാൽ എന്താ? ആ ഹുബ്ബ് എത്രമാത്രമുണ്ടോ അത്രമാത്രം ആ മനുഷ്യൻ നമ്മുടെ ഉള്ളിലിരിക്കും. നഅം സറാ തൈഫു മൻ അഹ്വാ ഫഅർറകനി വൽഹുബ്ബു യഅ്തരിളുൽ ലദ്ദാതി ഫിൽ അലമി. നഅം സറാ തൈഫു മൻ അഹ്വാ ഫഅർറകനി വൽഹുബ്ബു യഅ്തരിളുൽ ലദ്ദാതി ഫിൽ അലമി. അതെ, ഞാൻ സ്നേഹിക്കുന്ന ഒരുവൻ എൻ്റെ ഉറക്കം കെടുത്തുന്നു എന്നാണ് പറയണത്. ഞാൻ സ്നേഹിക്കുന്ന ഒരാൾ എൻ്റെ ഉറക്കം കെടുത്തുന്നു. അത് വൽഹുബ്ബു യഅ്തരിളുൽ ലദ്ദാതി ഫിൽ അലമി, നമ്മുടെ വേദനകളിൽ ആ സ്നേഹം ഇങ്ങനെ ഇടകലർന്ന് കയറി വരികയാണ്, അരിച്ചു കയറി വരികയാണ്. അങ്ങനെ പ്രവാചകനെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്, ഇമാം ബുസൂരി തന്നെയാണ് പറയുന്നത്. അതായത് പ്രവാചകനെ ഒരു കാമുകിയോട് ഉപമിപ്പിച്ചുകൊണ്ട് ആ കാമുകിയെ ഇദ്ദേഹം എത്രമാത്രം സ്നേഹിക്കുന്നു അതുപോലെ അതിനേക്കാൾ അപ്പുറത്ത് പ്രവാചകനെ സ്നേഹിക്കുന്നു. ആ മനുഷ്യനോട് സ്നേഹം ഉണ്ടായാൽ അങ്ങനെയാണ്. നിങ്ങൾ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അറബികളിലെ ചില ഗോത്രക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് പറഞ്ഞിട്ട്, യാ മുഹമ്മദ് ഇന്നാ നുഹിബ്ബുല്ലാഹ കസീറ, മുഹമ്മദേ ഞങ്ങൾ അള്ളാഹുവിനെ ധാരാളമായിട്ട് സ്നേഹിക്കുന്നു എന്ന് പല സംഘങ്ങളും എന്ന് പറയാറുണ്ട്. അപ്പോൾ അതിനൊക്കെ മറുപടി ആയിട്ടാണ് പറഞ്ഞത്, ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റൂ, യുഹിബ്ബുകുമുല്ലാഹ്, അപ്പോൾ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കും. അപ്പോൾ അള്ളാഹുവിൻ്റെ സ്നേഹം കിട്ടണമെങ്കിൽ പ്രവാചകനെ പിൻപറ്റണം. ഇത് ഹുബ്ബ് മാത്രം പോരാ, ഹുബ്ബിന് അടുത്തൊരു ഘടകമുണ്ട്, ഇഷ്ക്. ഹുബ്ബ് സ്നേഹം, ഇഷ്ക്. അതിന് നമുക്ക് പ്രണയം എന്നോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയാം. ഇഷ്കുർ റസൂൽ. അപ്പോൾ ഹുബ്ബുണ്ട്, ഹുബ്ബുർ റസൂലുണ്ട്, ഇഷ്കുർ റസൂലുണ്ട്. ഇത് രണ്ടും അതാതിൻ്റെ സ്ഥാനങ്ങളിലേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഇത്താഅത്തുർ റസൂലും ഇത്തിബാഉർ റസൂലുമാണ് വേണ്ടത്. ഈ ഹുബ്ബുർ റസൂലിലൂടെ പോയി ഇഷ്കുർ റസൂലിലെത്തി അവിടെ നിന്ന് ഇത്താഅത്തുർ റസൂൽ അല്ലെങ്കിൽ ഇത്തിബാഉർ റസൂൽ അത് വേണം. ഇതാണ് ഈ കൗമിനെ പഠിപ്പിക്കേണ്ടത്. അതിട്ട് പഠിപ്പിക്കുന്നുമില്ല. ഹുബ്ബിലും ഇഷ്കിലും നിൽക്കുവാണ്. കുറേ പാട്ടും പാടി സ്വലാത്തും ചൊല്ലി. ആ സ്വലാത്തിനൊന്നും കൂലിയില്ല എന്നല്ല ഞാൻ പറയുന്നത്, കൂലിയൊക്കെ ഉണ്ട്. പക്ഷേ ഇസ്ലാം ഉദ്ദേശിക്കുന്ന അതല്ല. ഈ സ്വലാത്തിലൂടെ പ്രവാചകനെ പ്രണയിക്കുക,
പ്രവാചകനെ പ്രണയിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പ്രവാചകനെ ഇത്തിബാ ചെയ്യുക, പിൻപറ്റുക. പ്രവാചകൻ്റെ സുന്നത്തിനെ, ജീവിത രീതിയെ, അദ്ദേഹത്തിൻ്റെ നിർദ്ദേശത്തെ പിൻപറ്റുക. അതുതന്നെയാണ് ഇത്താഅത്തും. കുൽ അത്തിയുല്ലാഹ വാത്തിയുർ റസൂൽ, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുക, അള്ളാഹുവിൻ്റെ പ്രവാചകനെയും അനുസരിക്കുക. ഇത് വളരെ വലിയ കാര്യമാണ്. അല്ലാതെ കുറേ കാട്ടിക്കൂട്ടലുകൾ കൊണ്ട് പ്രവാചക സ്നേഹം ആയി എന്ന് നമ്മൾ വിചാരിക്കേണ്ടതില്ല. പ്രവാചക സ്നേഹം ലഭിക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ സ്നേഹം ലഭിക്കണം. അള്ളാഹുവിൻ്റെ സ്നേഹം ലഭിക്കണമെങ്കിൽ പ്രവാചകൻ്റെ സ്നേഹം ലഭിക്കണം. പ്രവാചകൻ്റെ സ്നേഹം എങ്ങനെ ലഭിക്കും? ഇത്തിബായിലൂടെ, ഇത്വാഅത്തിലൂടെ, പ്രവാചകനെ അനുസരിക്കുന്നതിലൂടെ, പ്രവാചകനെ പിന്തുടരുന്നതിലൂടെ. ഇതൊക്കെയാണ് ഈ സന്ദർഭത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ ഇത്തിബാ ചെയ്തുകൊണ്ടും ഇത്താഅത്ത് ചെയ്തുകൊണ്ടും പ്രവാചകനെ സ്നേഹിച്ചുകൊണ്ടും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കുവാനും വിജയം വരിക്കുവാനും ഇഹപര വിജയം വരിക്കുവാനും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ ചോദിക്കണമെങ്കിൽ ചോദിക്കാം. ഇൻഷാ അല്ലാഹ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇൻഷാ അല്ലാഹ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമുക്ക് എന്തായാലും നിങ്ങൾ ക്ലാസ്സിൽ കയറുവാണ്. അപ്പോൾ ക്ലാസ് തുടങ്ങുന്ന സമയത്ത് 22-24 ആൾക്കാരൊക്കെയാണ് വരുന്നത്. പിന്നെ ഒരു 5 മിനിറ്റൂടെ കഴിയുമ്പോഴത്തേക്കുമാണ് ആളുകൾ കൂടുന്നത്. അപ്പം നമ്മളുടെ എല്ലാ ദിവസവും നമ്മൾ 3-4 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടാണ്, 4-5 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്തിട്ടാണ് ക്ലാസ് തുടങ്ങാറ്. ഇനി അങ്ങനെ വെയിറ്റ് ചെയ്യില്ല, കറക്റ്റ് ടൈമിൽ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് സഹോദരന്മാരും സഹോദരിമാരും ഒരു 2-3 മിനിറ്റ് മുമ്പേ, 9:30-ക്ക് 2-3 മിനിറ്റ് മുമ്പേ ക്ലാസ്സിൽ കയറുവാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി. ഏതാന്ന് പറഞ്ഞേ? എന്താ സൂറത്തുൽ അഅറാഫാണോ? വിശദമായിട്ട് അതിൽ പറയുന്നുണ്ട്, പക്ഷെ അത് പെട്ടെന്ന് സൂറത്ത് ഏതാണെന്ന് മനസ്സിലായില്ല. രണ്ടാമത് അല്ലേ? അതായത് റസൂലിനെ എന്തിന് നിയമിച്ചു എന്നുള്ള പറഞ്ഞു. അല്ലദീന യത്തബിഊന നബിയൽ ഉമ്മിയല്ലദീ യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫിത്തൗറാത്ത്, അതല്ലേ? അതായത് പ്രവാചകനെ നിയോഗിച്ചതിൻ്റെ ലക്ഷ്യം അവരെ നന്മ പഠിപ്പിക്കുവാനും തിന്മയിൽ നിന്ന് തടയുവാനും നല്ല കാര്യങ്ങൾ ഹലാലാക്കി കൊടുക്കുവാനും ചീത്ത കാര്യങ്ങൾ വിരോധിക്കുവാനും അവരുടെ ഈ എന്താണ് പറയുക, മുതുകിനെ ഞെരുക്കിയിരുന്ന ഭാരങ്ങളെ ഇറക്കി വെക്കുവാനെന്നുള്ള ആയത്താണ് ഉദ്ദേശിച്ചത്. അത് സൂറത്ത് അഅറാഫ് 157, 158. എന്താ ഡബിളിങ്? ഡബിളിങ് പറഞ്ഞ എന്താ? ആവോ, സൂറത്തുൽ അഅറാഫ് 157, 158